ഹലോ ഗൈസ്, അപ്പോൾ ദേ ഇപ്പോൾ സമയം രാവിലെ 7:52. ഇന്ന് രാവിലെ തന്നെ ദേ ഞാൻ തിയേറ്ററിൽ വന്നേക്കുവാണ്. എന്തിനായിരിക്കും? മറ്റെന്തിനാണ് ഗൈസ്, ദൃശ്യം 3 കാണാൻ തന്നെ. അപ്പോൾ 21 തന്നെ പോകണമെന്ന് വെച്ചിരുന്നതായിരുന്നു. പക്ഷേ സാഹചര്യത്തിന്റെ അത് തന്നെ, സാഹചര്യം ശരിയാവാത്ത കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ദേ ഞാൻ ദൃശ്യം 3 കാണാനായിട്ട് കയറി ഗൈസ്. ആസ് യൂഷ്വൽ ഞാൻ സിനിമയുടെ പേര് ചെറുതായിട്ടൊന്ന് എടുക്കാൻ മറന്നുപോയായിരുന്നു. പിന്നെ കിട്ടിയതൊക്കെ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ എന്തേ ബ്രേക്ക് ആയപ്പോഴത്തേക്ക് ഒരു കോഫിയൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ സിപ്പിൽ തന്നെ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതാണ് എൻ്റെ മുഖത്ത് കാണുന്ന ആ എക്സ്പ്രഷൻ. അങ്ങനെ അതേ സിനിമ കഴിഞ്ഞു ഗൈസ്. ഇനിയും സിനിമ പറ്റി പറയുവാണെങ്കിൽ ഇത് മൂവി വാസ് ഫണ്ടാസ്റ്റിക്, ബോംബാസ്റ്റിക്, ഇലാസ്റ്റിക്. ഇനി കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ പറയും. പക്ഷേ ദൃശ്യം 1ഉം 2ഉം വെച്ച് ഇതാരും കമ്പയർ ചെയ്യരുത്. അതിനർത്ഥം ഇതിനകത്ത് ട്വിസ്റ്റുകളൊന്നും ഇല്ല എന്നല്ല. ട്വിസ്റ്റുകളൊക്കെ ധാരാളം ഉണ്ട്. പക്ഷേ 1നെയും 2വിനെയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ലാതെ നോക്കുമ്പോൾ ദ മൂവി വാസ് സോ ഗുഡ്. And Lalaton was so good in this movie and his acting was so natural. അതൊന്നും പിന്നെ എടുത്ത് പറയേണ്ട കാര്യമേ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓൾവേസ് ഹിസ് ആക്ടിങ്, അതെന്ത് പറയാനാ, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും പോയി മൂവി കാണുക. ബൈ.